ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ബോക്സ്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ദുർഗയുടെയും ചാരുവിൻ്റെയും അടുത്തേക്ക് അനിർബാൻ വരുന്നതാണ് കാണിക്കുന്നത്. അവൻ വന്ന നാട്ടുകാരുടെ എല്ലാം മുന്നിൽ വെച്ചിട്ട് ഇവർ രണ്ടുപേരിൽ ആരാണ് കേസ് വാദിക്കുന്നതെന്ന് നിങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ആരാണ് ആദ്യം സ്റ്റേ ഓർഡർ കൊണ്ടു കൊടുക്കുന്നത് അവരാണ് കേസ് വാദിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനിർബാൻ ശരിക്ക് അങ്ങോട്ട് വന്നിട്ടുള്ളത് അവൻ്റെ അച്ഛന് ആ സ്ഥലം ഈ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിടിച്ചു കൊടുക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുർഗയോടും ചാരുവിനോടും വളരെ സ്നേഹത്തിലൊക്കെ അവൻ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞത് ആ നാട്ടുകാരെല്ലാം ശരിവെക്കുന്നുണ്ട്. ദുർഗ ചാരുവിനോട് ഞാൻ ദുർഗയാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ അവളൊന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചാരു ആണെന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ദുർഗയും ഞെട്ടാണ്. പക്ഷേ അവർക്ക് തമ്മിൽ അറിയില്ല അവർ ചെറുപ്പത്തിൽ ഫ്രണ്ട്സ് ആയിരുന്ന അതേ ദുർഗയും ചാരുവുമാണെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും വാശിയിൽ ഞാൻ തന്നെ ജയിക്കുമെന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ അനിർബാൻ ദുർഗയോട് നല്ല സ്നേഹത്തിൽ പെരുമാറുന്നുണ്ട്. അപ്പോൾ അവൻ മനസ്സിൽ ഈ കേസ് എൻ്റെ അച്ഛൻ മാത്രമേ ജയിക്കാൻ പാടൂ, ഇവർ രണ്ടുപേരെ കൊണ്ടും കേസിൻ്റെ ഫയൽ സബ്മിറ്റ് ചെയ്യിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല, അതിനുവേണ്ടി ഞാൻ ഏത് അച്ഛൻ വരെയും ഞാൻ പോകുമെന്നവൻ പറയുന്നുണ്ട്. എന്നിട്ട് ദുർഗയോട് ചെയ്ത പോലെ തന്നെ ചാരുവിൻ്റെ അടുത്ത് വന്നിട്ടും നല്ല കോഴിത്തരം കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ ദുർഗയിൽ നിന്ന് ചാരു വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമായതുകൊണ്ട് തന്നെ ദുർഗയുടെ പോലെ ഒന്നല്ല ബിഹേവ് ചെയ്യുന്നത്. ദുർഗ നാണമൊക്കെ അഭിനയിക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ ചാരു അവന് ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബോന്തിത്തയുടെ അതേ സ്വഭാവമാണ് ചാരുവിനുള്ളത്. അങ്ങനെ അനിർബാൻ ഓരോന്നും പറഞ്ഞ് ദുർഗയുടെ ഫയല് അവൻ തട്ടിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ചാരുവിൻ്റെ ഫയലും സുരക്ഷിതമായി ഞാൻ വെക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ മേടിക്കുകയാണ്. അങ്ങനെ കേസിൻ്റെ സ്റ്റേ ഓർഡർ കൊടുക്കേണ്ട ദിവസം വന്നെത്തുന്നുണ്ട്. കോടതിയിലേക്ക് ദുർഗ പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ സമ്പൂർണ്ണയുടെ അനുഗ്രഹം വാങ്ങാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവൾ അനുഗ്രഹം ഒന്നും കൊടുക്കാതെ നീങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ദുർഗ ചാരുവിന് പൈസ അയച്ചു കൊടുത്ത വിവരമെല്ലാം സമ്പൂർണ്ണ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് ഈ കേസിന് നീ പോകണ്ട എന്ന് പറഞ്ഞിട്ട് അവളെ സമ്പൂർണ്ണ റൂമിൽ അടച്ചിടുന്നുണ്ട്. പിന്നെ അനിർബാൻ വീട്ടിലേക്ക് വന്ന അച്ഛനോട് അച്ഛന് തന്നെ ആ സ്ഥലം കിട്ടും, ഞാൻ അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഫയൽ എടുത്ത് തുറന്ന് നോക്കുമ്പോഴാകും അവൻ ചതിക്കപ്പെട്ട കാര്യം അവന് മനസ്സിലാവുക. ആ ഫയലിൽ വെറും വെള്ള പേപ്പേഴ്സ് മാത്രമാകും ഉണ്ടാവുക. അപ്പോൾ ശരിക്കുമുള്ള കേസ് ഫയല് അവർ രണ്ടുപേരും അവന് കൊടുത്തിട്ടുണ്ടാവില്ല. ഇത് കണ്ട അവൻ്റെ അച്ഛൻ അഭിരൂപ് പിന്നെയും നീ തെളിയിച്ചു, നിന്നെ കൊണ്ടൊന്നിനും പറ്റില്ല എന്ന്, ഒന്നിനും കൊള്ളില്ല, നിനക്കൊരു കഴിവുമില്ല എന്ന് പറഞ്ഞ് അവനെ ചീത്ത പറയുന്നുണ്ട്. പിന്നെ ചാരു ജയിലിൽ കിടന്ന കാര്യമെല്ലാം അഭിരൂപിൻ്റെ ആളുകൾ വന്ന് ആ നാട്ടുകാരോടെല്ലാം പറഞ്ഞു പരത്താണ്. ഇത് കേട്ട് ആ കേസ് അവളെ കൊണ്ട് വാദിപ്പിക്കില്ല എന്ന് പറഞ്ഞ് ആ നാട്ടുകാരവളെ കല്ലെറിയുന്നുണ്ട്. അപ്പോൾ ചാരു ദുർഗ നീ കാരണമാണ് എനിക്ക് ഈ ഗതി വന്നത്, ഐ ഹേറ്റ് യു എന്ന് വെറുപ്പോടെ പറയുന്നുണ്ട്. പിന്നെ ദുർഗ ഷാളുകൾ കൂട്ടിക്കെട്ടി വിൻഡോ വഴി വീടിന് പുറത്തിറങ്ങി കോർട്ടിലേക്ക് ഓടുന്നുണ്ട്. അങ്ങനെ ചാരുവിനെ ജയിലിൽ സഹായിച്ചിരുന്ന ആ പോലീസുകാരൻ അവളോട് എന്തുണ്ടായാലും നീ തളരാൻ പാടില്ല ചാരു, വിജയിക്കണമെന്ന് പറഞ്ഞ് ധൈര്യം കൊടുക്കുന്നുണ്ട്. അങ്ങനെ കോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് ദുർഗയെ അഭിരൂപിൻ്റെ ആൾക്കാർ ആക്രമിക്കുന്നത് കണ്ട് ചാരു അങ്ങോട്ട് വന്നിട്ട് അവരോട് എതിർക്കുന്നുണ്ട്. പക്ഷേ അവരെ രണ്ടുപേരെയും അവരെ തട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നിട്ട് ഒരു മരപ്പലക ഒരു ടിന്നിൻ്റെ മുകളിൽ വെച്ചിട്ട് രണ്ടറ്റത്തായിട്ട് അവരെ കെട്ടിയിട്ട് നിർത്തുന്നുണ്ട്. അവിടെ വെച്ച് ചാരു എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് സങ്കടത്തോടു കൂടെ പറയുന്നുണ്ട്. 10 വർഷം അവൾ ജയിലിൽ കിടന്നതും ദുർഗയാണ് അതിന് കാരണമെന്നും ചെറുപ്പത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. മാത്രമല്ല ദുർഗയെ എനിക്ക് വെറുപ്പാണെന്നും അവൾ പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് ദുർഗ ഞെട്ടുന്നുണ്ട്. അത് ശരിക്ക് അവളുടെ ചാരു ആണെന്ന് അവൾക്ക് മനസ്സിലാവാണ്. എന്നിട്ട് ഞാനാണ് ചാരു ദുർഗ എന്ന് പറയുമ്പോഴേക്കും ചാരു എനിക്ക് ദുർഗയോട് വെറുപ്പ് മാത്രമാണുള്ളത്, അവൾക്ക് രക്തബന്ധത്തിന് മാത്രമാണ് വില കൊടുക്കുന്നത്, സുഹൃത്താണെന്ന് പറഞ്ഞ് അവളെന്നെ ചതിക്കുകയാണ് ചെയ്തത്. എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ അവൾക്ക് അറിയായിരുന്നു. അവളുടെ ഒരൊറ്റ വാക്ക് മതിയായിരുന്നു എന്നെ രക്ഷിക്കാൻ. പക്ഷേ അവളത് ചെയ്തില്ല. അവളുടെ സഹോദരി ജുംകിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അവളിൽ നിന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജയിലിലായതും. പക്ഷേ ഞാൻ തോൽക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ജയിലിൽ വെച്ച് തന്നെ ഞാൻ പഠിച്ച് ഒരു ബാരിസ്റ്റർ ആയത്. ഈ കേസിൽ ഞാൻ ജയിച്ചില്ലെങ്കിൽ 2 വർഷം ഞാൻ പിന്നെയും ആ ജയിലിൻ്റെ ഇരുട്ടിലേക്ക് പോകേണ്ടി വരുമെന്ന് അവൾ പറയുമ്പോൾ ദുർഗ എന്ത് തന്നെ വന്നാലും ചാരു തന്നെ ഈ കേസ് വാദിക്കണം, അവൾ ജയിക്കണം, ഇനിയും അവൾ ജയിലിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ പലകയുടെ അറ്റത്ത് നിന്നിരുന്ന അവൾ ചാരുവിനെ രക്ഷിക്കാൻ വേണ്ടി നീങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ചാരു നിലത്ത് വീഴാണ്. പക്ഷേ ദുർഗ തൂങ്ങി ശ്വാസം കിട്ടാതെ യുന്നുണ്ട്. ഇത് കണ്ട് ദുർഗ അവളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അനിർബാനും അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ദുർഗയെ താഴെ ഇറക്കുന്നുണ്ട്. അപ്പോൾ ചാരുവിനോട് ആ കേസ് നീ തന്നെ വാദിച്ച് ജയിക്കണമെന്ന് ദുർഗ പറഞ്ഞിട്ട് അവളെ പോകാൻ വേണ്ടി നിർബന്ധിക്കുമ്പോൾ ചാരു പോകുന്നുണ്ട്.
അപ്പോൾ ദുർഗയെ നോക്കാൻ വേണ്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ അനിർബാന് ചാരുവിനെ തടയാൻ വേണ്ടി പറ്റുന്നില്ല. ഇതേ സമയം റോയ് ചൗധരി വീട്ടിലെ ദുർഗയെ പെണ്ണ് കാണാൻ ആളുകൾ വന്നിട്ടുണ്ടാവും. അങ്ങനെ ചാരു നേരെ അഭിരൂപിൻ്റെ അടുത്തേക്ക് സ്റ്റേ ഓർഡർ കൊടുക്കാൻ പോകുന്നുണ്ട്. ആ കേസിൽ അവൾ തന്നെ ജയിക്കുമെന്ന് അയാളോട് അവൾ വെല്ലുവിളിക്കുകയാണ്. പിന്നെ ദുർഗയെ പെണ്ണു കാണലിന് വേണ്ടി ബോലിയും ജുംകിയും കൂടി ഒരുക്കുമ്പോൾ അനിർബാൻ കട്ടിലിനടിയിൽ ഇരുന്ന് അവളെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. കാരണം അത്രയും ബോറായിട്ടാകും അവരവളെ ഒരുക്കി കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ അവരാ റൂമിൽ നിന്ന് പോയതിന് ശേഷം അവൻ അവളെ നല്ലതുപോലെ തന്നെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ അനിർബാൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് അനിർബാൻ്റെ അമ്മയല്ല, അത് അവൻ്റെ ആൻറ്റിയാണ്. ആ സ്ത്രീക്ക് അവനോട് ഒരു തരി സ്നേഹം പോലും ഉണ്ടാവില്ല. അവൻ എപ്പോഴും അച്ഛൻ്റെ മുന്നിൽ ഒരു വെറുക്കപ്പെട്ട മോനായിരിക്കണം എന്നാണ് ആ സ്ത്രീ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം ദുർഗ അനിർബാനെക്കുറിച്ച് ചിരിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ദുർഗയുടെ കല്യാണം മുന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെക്കനുമായിട്ട് ഉറപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ കല്യാണം ഉറപ്പിച്ചതിന് പകരം അവൾ സമ്പൂർണ്ണയോട് രാജാഭാരി കേസിൽ ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ വിടാൻ വേണ്ടി പറയുന്നുണ്ട്. അത് ശരിക്കും ചാരുവിനെ സഹായിക്കാൻ വേണ്ടി പോകാനാണ് അവൾ ചോദിക്കുന്നത്. പിന്നെ ചാരുവിൻ്റെ അടുത്തേക്ക് അനിർബാൻ വരുന്നതാണ് കാണിക്കുന്നത്. അവൻ്റെ അച്ഛന് ആ സ്ഥലം കിട്ടാൻ വേണ്ടി ചാരുവിനോട് ഈ കേസിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് അവൻ പറയുമ്പോൾ അങ്ങോട്ട് ദുർഗ വന്നിട്ട് അത് വേണ്ട, ഞാൻ അവളുടെ കൂടെയുണ്ട്, കല്യാണം വരെ ഞാൻ ദുർഗയോടൊപ്പം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. പിന്നെ അനിർബാൻ ചാരുവിൻ്റെ വിശ്വാസം എങ്ങനെയെങ്കിലും പിടിച്ചു പറ്റണമെന്ന് മനസ്സിൽ പറഞ്ഞ് ചാരുവിനോട് നീ എന്നെ വിശ്വസിക്ക്, ഞാൻ നിന്നോടൊപ്പം വർക്ക് ചെയ്യാം, നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ സഹായിക്കൊന്നും വേണ്ട, നിങ്ങളെ കണ്ടാൽ തന്നെ ഒരു കള്ളൻ്റെ ലുക്കുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ ദുർഗയാണ് വിശ്വാസം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ദുർഗയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ്. അപ്പോൾ അനിർബാന് ചാരുവിന് ഒരു അഡ്രസ്സ് കൊടുത്തിട്ട് ഇന്ന് വൈകിട്ട് അങ്ങോട്ട് വരാൻ പറയാണ്. ആ അഡ്രസ്സ് കണ്ടിട്ട് അഭിരൂപ് ബാനർജിയുടെ വീടാണെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ വൈകിട്ട് അവരവിടേക്ക് പോകുമ്പോൾ കാണുക കുറേ സ്ത്രീകളോടൊപ്പം ഡാൻസ് കളിക്കുന്ന അനിർബാനെയും അത് കണ്ട് ദേഷ്യം വന്ന് അവനെ അടിക്കുന്ന അഭിരൂപിനെയുമാണ്. അപ്പോൾ ഈ സീൻ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.